അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കാദമിക, രാഷ്ട്രീയ, സാമൂഹിക പ്രവർത്തനത്തിലെല്ലാം ആദ്യാന്തം സജീവമായി തന്നെ സാന്നിധ്യവും സ്വാധീനവും ചെലുത്തിയ ഒരാശയമാണ് തസവുഫ് എന്നത്. തസവുഫ് എന്ന വിഷയത്തോടുകൂടി വളരെ ഗഹനമായ വിഷയമാണ് തസവുഫ്. അതിന് സ്വന്തമായി തന്നെ ഒരു വൈജ്ഞാനിക വ്യവഹാരം ഇസ്ലാമിക വ്യവഹാരങ്ങളിലുണ്ട്, ഇസ്ലാമിക് സ്റ്റഡീസുകളിലുണ്ട്. ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ ഒരു പകുതിയെങ്കിലും തസവുഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ പണ്ഡിതന്മാരും അവരുടെ രചനകളും അവരുടെ ചിന്തകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനങ്ങളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായി സംസാരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും സംക്ഷിപ്തമായ മൗലാന മൗദൂദിയുടെ തസവുഫിനോടുള്ള ഇടപെടലിനെയാണ് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ ഇൽമുൽ കലാം ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സൂഫി വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ, സൂഫി ആധ്യാത്മിക ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇൽമുൽ കലാം തന്നെയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട, ദൈവികതയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അൽ ഇൻസാനുൽ കാമിൽ, ദ പെർഫെക്റ്റ് മാൻ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച, മൗജിസത്ത്, കറാമത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട, അങ്ങനെ മെറ്റഫിസിക്കലായ തിയോളജി എന്നതിനേക്കാളും അപ്പുറം മെറ്റഫിസിക്കലായ വിഷയങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇൽമുൽ കലാം. തസവുഫിൻ്റെ അക്കാദമിക അല്ലെങ്കിൽ വൈജ്ഞാനിക അനുഭവ പരിചയങ്ങളിലെല്ലാം ഇൽമുൽ കലാം ഒരു പ്രധാന ഘടകമായി മാറുന്നത് നമുക്ക് കാണാം. മൗലാന മൗദൂദിയുടെ രചനകളിലും ഈ രണ്ട് വിഷയങ്ങളും ഒരുപോലെ ചേർന്ന് വന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. മൗലാന മൗദൂദി പ്രധാനമായും തന്നെ എടുത്തു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ഇൽമുൽ കലാമും എല്ലാം എൻ്റേതായ അഭിപ്രായങ്ങളാണ്. അത് സംഘടനാ രൂപീകരണ പശ്ചാത്തലത്തിൽ ഇതാർക്കും പ്രവർത്തകർക്കൊന്നും നിർബന്ധമായ കാര്യമല്ല എന്ന് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് തസവുഫ് എന്നതിൽ മൗലാന മൗദൂദി എത്രത്തോളം ഇടപെട്ടു എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. പ്രധാനമായും ഒരു വിഷയം ജമാഅത്ത് ഇസ്ലാമി എന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെയെല്ലാം ഒരു സലഫി അപ്രോച്ചിലൂടെ മാത്രം കാണുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ മൗലാന മൗദൂദിയുടെ ജീവിതം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്നാണ് നമുക്ക് അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. മൗലാന മൗദൂദി ഈ വിഷയത്തിൽ തസവുഫുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമെന്ന് പറയുന്നത് വ്യക്തിപരമായി തന്നെ മൗലാന മൗദൂദിയുടെ കുടുംബം തസവുഫുമായി അഭേദ്യമായ ബന്ധമുണ്ടായത് ആയിരുന്നു. മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ചരിത്രം നമുക്കറിയാം. ചിശ്തി ത്വരീഖത്തിൻ്റെ തന്നെ ആ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഖുതുബുദ്ദീൻ മൗദൂദ് ചിശ്തി. 1139 മരണമടഞ്ഞ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിലാണ് മൗലാന മൗദൂദി ജനിക്കുന്നത്. മൗലാന മൗദൂദിയുടെ തന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സയ്യിദ് അബുലാല മൗദൂദി എന്ന് തന്നെയായിരുന്നു പേർ. അദ്ദേഹത്തിലൂടെ മൗദൂദിയ ബ്രാഞ്ച്, ചിശ്തി ത്വരീഖത്തിൻ്റെ ഒരു മൗദൂദിയ ബ്രാഞ്ച് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കുടുംബ പാരമ്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടും അതിൻ്റെ കൂടെ ഈ തസവുഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പലരും നബി കുടുംബവുമായി തങ്ങളുടെ ആധ്യാത്മിക പാതയെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സയ്യിദ് ആവുക, നബി കുടുംബത്തിൻ്റെ മെമ്പർ ആവുക എന്നത് അത് തസവുഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരിഷയായി, മഹിമയായി കണക്ക് കൂട്ടിയിരുന്നു. അതിനാലും സയ്യിദ് എന്ന് പറയുന്ന ഫാമിലി ബന്ധം, അതുപോലെ തന്നെ മൗദൂദിയ ത്വരീഖത്തിൻ്റെ ഒരു കുടുംബ പാരമ്പര്യം, അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ ഫാദറിനുമെല്ലാം ചിശ്തി ത്വരീഖത്തിനോടും ആധ്യാത്മിക വഴികളോടും സ്വാധീനമുണ്ടായിരുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത് മൗലാന മൗദൂദിയുടെ വ്യക്തിപരമായ, ദാർശനികമായ, ആധ്യാത്മികമായ, ദക്ഷിണാപരമായ സംഭാവനകളിൽ ഈ ആത്മീയത, തസവുഫിൻ്റെ സ്വാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യവും ചിശ്തി മൗദൂദി ത്വരീഖത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മീയ പാതയിലേക്കും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മൗലാന മൗദൂദി തസവുഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ മുന്നോട്ട് വെച്ച ആളാണ്.
ഈ തസവുഫ് എന്നത് എന്നും കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. തസവുഫ് എന്നത് നമുക്കറിയാം, പ്രവാചകന്മാരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സ്വഹാബികളുടെ കാലത്തും ആ പദപ്രയോഗം അത്ര ഉണ്ടായിരുന്നതല്ല, പിൽക്കാലത്ത് രൂപപ്പെട്ടതാണ്. സ്വാഫ് എന്ന് പറയുന്ന ശുദ്ധ എന്ന് പറയുന്ന പദപ്രയോഗം, സൂഫ് എന്ന് പറയുന്ന വൂളൻ, ഈ കമ്പിളി തുണി ഡ്രസ്സുമായി ബന്ധപ്പെട്ട പദപ്രയോഗം, സ്വഫ് അതായത് നമസ്കാരത്തിലെ പള്ളിയിലെ ഒന്നാമത്തെ സഫുമായി ബന്ധപ്പെട്ട പദപ്രയോഗം, അങ്ങനെ ഈ അഹ്ലുസുഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക ദാഹികളായ ഒരു വിഭാഗത്തെയാണ് അഹ്ലുസുഫ എന്ന് വിളിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പദാവലികളിൽ നിന്നും രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ആത്മീയ ധാര എന്ന രീതിയിലാണ് തസവുഫ് പിൽക്കാലത്ത് ഒരു പഠന വിഭാഗമായി അറിയപ്പെടുന്നതും ഒരു അനുഭവേദ്യമായ ഒരു ആത്മീയധാര എന്ന നിലയിൽ പിന്നീട് സൂഫി ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നതുമെല്ലാം. എന്നാൽ അപ്പോൾ ഈ ഒരു പദപ്രയോഗങ്ങളുടെയൊക്കെയും അല്ലെങ്കിൽ തസവുഫിൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ, അതൊരു ആത്മീയമായ ഇന്നർ പ്യൂരിറ്റിയെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ധാര എന്ന നിലയിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. ആ ഗ്രൂപ്പുകൾക്കൊക്കെയും ഏത് ഭാഗത്താണോ അത് രൂപപ്പെട്ടത് അവിടുത്തെ ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ, മുസ്ലിം സാമൂഹിക ചലനാത്മകതയ്ക്ക് നേതൃത്വത്തിലേക്ക് അത് എത്തുന്നു. പല ഭാഗങ്ങളിലും മുസ്ലിം ഭരണാധികാരികൾക്ക് പാരാമിലിറ്ററിയായി ഇവർ മാറുന്നു. ഉസ്മാനി ഖിലാഫത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഉദാഹരണം കാണാം. അങ്ങനെ ഒരുപാട് നീണ്ട ചരിത്രമാണ് തസവുഫിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മീയമായ ഒരു ഇന്നർ പ്യൂരിറ്റിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ച എന്ന നിലയിൽ മൗലാന മൗദൂദിയുടെ ചിന്തകളിൽ നമുക്ക് ഇത് വളരെ വിശദമായി തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കാണാം. മൗലാന മൗദൂദി ഈ ഒരു വിഷയത്തെ, തസവുഫിനെ, അതിനെ റീഡിഫൈൻ ചെയ്യുന്നതായും അതൊരു ശരീഅത്തിന്റെ ഒരു കോംപ്രഹെൻസീവായ ഒരു അടിത്തറയ്ക്ക് സഹായകമാവുന്ന തരത്തിലേക്ക് തസവുഫിനെ വിശദീകരിക്കുകയും ചെയ്യുന്നത് കാണാം. ഈ ടുവാർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം മതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിൽ ഫിഖ്ഹിനെയും ശരീഅത്തിനെയും കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് തന്നെ തസവുഫിനെ പ്രധാനമായി എടുത്തു പറയുകയും ആ ജീവിതത്തിൽ ആത്മീയമായ ഒരു മഹിമ, തനിമ രൂപപ്പെടുന്നത് അനിവാര്യമാണെന്നും അത് തസവുഫ് ആ കാര്യത്തിൽ സഹായകമാവുമെന്നും മൗലാന മൗദൂദി അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി ഒരു വളരെ വെറും ആത്മീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എതിർക്കുകയും അതിൻ്റെ പേരിലുണ്ടായ പലതരത്തിലുള്ള ഒരു പാരമ്പര്യമായി രൂപപ്പെട്ട പല ആചാരാനുഷ്ഠാനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തസവുഫിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇന്നർ ഔട്ടർ പ്യൂരിറ്റി, ആന്തരിക ബാഹ്യ ശുദ്ധീകരണത്തിന് ആവശ്യമായ ഒരു ആശയം എന്ന നിലയിലാണ് തസവുഫിനെ മൗലാന മൗദൂദി കാണുന്നത്. അത് ഒരിക്കലും എന്താവാൻ പാടില്ല, ഒരു മുസ്ലിമിൻ്റെ സാമൂഹികമായ, ഒരു മുസ്ലിമിൻ്റെ പേഴ്സണലും അതുപോലെ തന്നെ പബ്ലിക്കുമായ, വ്യക്തിഗതവും സാമൂഹികവുമായ ഇടപാടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആശയങ്ങൾ തടയാൻ പാടില്ല എന്ന് മൗലാന മൗദൂദി പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാൻ കഴിയും. മൗദൂദി സാഹിബ് ഈ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ലൈഫിനെ തന്നെ, ജീവിതത്തെ തന്നെ വളരെ മുഴുവൻ ആകെ മൊത്തം ജീവിതത്തെ മൂടുന്ന ഒരു ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടാണല്ലോ മുന്നോട്ട് വെച്ചത് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഒരു ആത്മീയ തലമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പിൻവലിയുന്ന ഒരു തരത്തിലുള്ള ഇൻട്രോവെർട്ട് എന്ന് പറയുന്ന അന്തർമുഖത്വം സൃഷ്ടിക്കുന്ന ഒരു ആത്മീയ ധാരയല്ല ഇസ്ലാമിനൊന്നും. ഏറ്റവും കൂടുതൽ സാമൂഹികമായി ഇടപെടുന്ന ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ആത്മീയത ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈമാൻ വർദ്ധിക്കുന്ന ഒരു ആവശ്യകതയെക്കുറിച്ചും സാന്നിധ്യത്തെക്കുറിച്ചും മൗലാന മൗദൂദി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവിതം, അയാളുടെ ശരീരം, അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളിലും അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെന്നും ഈ മേഖലകളിലെല്ലാം ഒരു ആത്മീയത നിറഞ്ഞു നിൽക്കേണ്ടതാണെന്നും മൗലാന മൗദൂദി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം മൗലാന മൗദൂദി ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ അദ്ദേഹത്തിന്റെ ചർച്ചകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒരു സാമൂഹികമായ വിശ്വാസിയുടെ ഇടപെടലിനെ, ആ ഇടപെടൽ എപ്പോഴാണ് ശരിയാവുന്നത്, അയാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ ഈമാനികമായ പൂർണ്ണത രൂപപ്പെടുമ്പോഴാണ്. അതായത് ഒരാളുടെ ഈമാനികമായ ദൗർബല്യം രൂപപ്പെടുന്നതോടുകൂടി അയാളിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ആ ക്വാളിറ്റിയിൽ നിന്ന് കുറഞ്ഞു വരുന്നതായി മൗലാന മൗദൂദി പല ഭാഗത്ത് വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ മുഴുവൻ ഫിലോസഫിയും ഇബാദത്ത്, ഇലാഹ്, ദീൻ, റബ്ബ് എന്ന് പറയുന്ന നമ്മൾ പലതവണ വിശദീകരിച്ച അദ്ദേഹത്തിന്റെ ആ ചിന്തകളുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന രചനയിൽ ഈ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെല്ലാം
അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്യുന്നത് പോലും ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിപൂർണത, സ്വഭാവത്തിന്റെ ഒരു ഇഹ്സാനിനെ കുറിച്ച്, ഒരു പെർഫെക്ഷനെ കുറിച്ച് സംസാരിക്കുന്നു. ആ ഒരു പെർഫെക്ഷൻ അള്ളാഹുവിന് മാത്രം അടിമപ്പെടുന്ന ഒരു ലൈഫിനെയാണ്, ജീവിതത്തെയാണ് അദ്ദേഹം ആ ഒരു പെർഫെക്ഷനായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആത്മീയമായ വളർച്ച അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സാമൂഹികപരമായ പരിവർത്തനത്തിന് സഹായകമാവുന്നുവെന്നും, അതുപോലെ തന്നെ അത് ഒരിക്കലും ഒരാളുടെ ആത്മീയമായ വളർച്ച ഒരു തരത്തിലുള്ള അന്തർമുഖത്വത്തെക്കുറിച്ചോ പിൻവലിനോ കാരണമാകുന്നില്ല എന്നും മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള തസവുഫിന്റെ വായനയാണ് മൗലാന മൗദൂദി ഈ ആദ്യമായി പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദി തസവുഫുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ഒരുപാട് ട്രഡീഷൻസിനെ, ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ ശക്തനായ ഒരു ക്രിട്ടിക്കായി മൗലാന മൗദൂദി മാറുന്നുണ്ട്. അദ്ദേഹം പീർ മുരീദ് സിസ്റ്റത്തെ അവലോകനം ചെയ്യുന്നുണ്ട്. പീർ മുരീദ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂഫി ഷെയ്ഖായി മാറുകയും ഷെയ്ഖ് പറയുന്നത് മുഴുവൻ ബ്ലൈൻഡായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. മൗലാന മൗദൂദി അതിനെ ശക്തമായി അവലോകനം ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ മധ്യവർത്തികൾ ഉണ്ടാക്കുവാൻ കാരണമാക്കുകയും അള്ളാഹുവും അവൻ്റെ അടിമയും എന്നതിനേക്കാളും അപ്പുറം അള്ളാഹുവും അടിമയും മധ്യവർത്തിയും എന്ന് പറയുന്ന ഒരു മൂന്നാമനെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അതിൻ്റെ കൂടെ തന്നെ ശരിയാത്തിൻ്റെ ഉള്ള അപ്രമാദിത്വം മാറുകയും ഷെയ്ഖിൻ്റെ വാക്കുകൾക്ക് മുരീദിൻ്റെ, പീറിൻ്റെ, അതായത് ഈ സൂഫി നേതാവിൻ്റെ വാക്കുകൾക്ക് അപ്രമാദിത്വം ലഭിക്കുന്നതിലേക്കും നയിച്ചിട്ടുണ്ട് എന്ന് മൗലാന മൗദൂദി ആ വിഷയത്തിൽ അവലോകനം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ വാക്കുകളിൽ നിന്നും, അതായത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകലുവാൻ ഇത് കാരണമായി. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി പറയുന്നുണ്ട്, ഒരിക്കലും അള്ളാഹുലേക്കും ഖുർആനിലേക്കും അടുക്കുന്നതിന് ഈ തരത്തിലുള്ള ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് പിൻവലിയലിനെ സഹായിക്കുന്ന സാമൂഹികമായ ഒരു മാനുഷികമായ സകലവിധ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിൻവലിക്കുവാൻ സഹായിക്കുന്ന, അതിൻ്റെ കൂടെ തന്നെ ഈ ഭൗതികമായ ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അവഗണിച്ചുകൊണ്ട് ആന്തരികമായ മാറ്റത്തിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ തരത്തിലുള്ള എല്ലാ സൂഫി ട്രഡീഷനെയും മൗലാന മൗദൂദി എതിർക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിന് മൗലാന മൗദൂദി പറയുന്നുണ്ട്, ലൗകികമായ അല്ലെങ്കിൽ ഭൗതികമായ ജീവിത വ്യവഹാരങ്ങളിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ കഴിയും. അതായത് ഒരു വിശ്വാസി എപ്പോഴാണ് അവൻ്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുക? അത് സാമൂഹികമായ അവരോടുള്ള എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ, സാമൂഹ്യമായ ഇടപെടലുകൾ, മറ്റുള്ള വിഷയങ്ങളിലുള്ള ഇടപെടലുകളിലൂടെ അവൻ്റെ ആത്മീയതയെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന തരത്തിലാണ് മൗലാന മൗദൂദി അതിനെ വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങളിനേക്കാളും അപ്പുറം പുതിയ ആചാരങ്ങൾ രൂപപ്പെടുത്തുകയും അതിൽ നിന്ന് ഒരു ആത്മീയമായ ഒരു വളർച്ച ഉണ്ടാവുകയെന്നും അതിൻ്റെ ഭാഗമായി ആത്മീയമായ ഒരു പോരുഷ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ധാരണയെ മൗലാന മൗദൂദി എതിർക്കുന്നുണ്ട്. നമസ്കാരം പോലെ, നോമ്പ് പോലെ ഇസ്ലാം അനിവാര്യമായും പഠിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങൾക്ക് പകരമായി ഇതൊക്കെ ഒഴിവാക്കി ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്നതിലൂടെ അതൊരിക്കലും ശരിയായ ആത്മീയ വളർച്ചയല്ല എന്ന്, ആത്മീയ ഉന്മത്തത മാത്രമാണ് എന്നത് മൗലാന മൗദൂദി ആ വിഷയത്തെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ മൗലാന മൗദൂദി ഈ വിഷയത്തിൽ ശരീഅത്തിനെയും അതിൻ്റെ കൂടെ ശരീഅത്തിനനുസൃതമായ പ്രവർത്തനങ്ങളെയും, അതായത് ഈമാൻ എന്നത് ഒരാളിൽ ഉണ്ടെങ്കിൽ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഈമാനില്ലാത്ത പ്രവർത്തനമോ പ്രവർത്തനങ്ങളില്ലാത്ത ഈമാനോ ശരിയാവുകയില്ല എന്ന് മൗലാന മൗദൂദി സംസാരിക്കുന്നുണ്ട്. അത് പ്രവർത്തനം എന്നത് അത് ശരിയായുടെ അടിസ്ഥാനത്തിലാവണം. ശരിയ മാത്രമാണ് ഈ ശരിയായ അത് അടിയാധാരമെന്ന് മൗലാന മൗദൂദി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തസവുഫിനെ ഒരു മുഴുവനായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു വേ ഓഫ് ഒരു ജീവിത മാർഗം എന്ന നിലയിലാണ് മൗലാന മൗദൂദി അതിനെ സമർപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ദഅവത്ത് നടത്തുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക,
ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ആവശ്യകത അനുസരിച്ചുള്ള സമര രീതികളിൽ ഇടപെടുക, ഇതൊക്കെയും ശരിയായ ആത്മീയ ജീവിതത്തിനുള്ള, അർത്ഥവത്തായ ആത്മീയ ജീവിതത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുക്കളായി ദഅവത്തിനെയും ജിഹാദിനെയും മൗലാന മൗദൂദി പരിചയപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ മാനസികമായ ഒരു ആത്മീയ ശുദ്ധീകരണം അത് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ശരിയായ ഇസ്ലാമിക പാഠ്യങ്ങൾക്കനുസൃതമായി, ശരിയായ ഇസ്ലാമിക പാഠങ്ങൾക്കനുസൃതമായി ജീവിതത്തെ കണക്ട് ചെയ്യുകയും അതനുസരിച്ച് സാമൂഹിക വ്യവഹാരങ്ങൾ ഇടപെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ശരിയായ മാനസിക പരിവർത്തനവും ആത്മീയ ശുദ്ധീകരണവും നടക്കുകയുള്ളൂ എന്ന് മൗലാന മൗദൂദി പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ തസവുഫിന്റെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു മേഖല അത് അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. പൊതുവെ സൂഫികളെല്ലാം ഷിയാക്കളാണ് എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. അങ്ങനെ ആരോപണം ശരിയല്ല. കാരണം അഹ്ലു ബൈത്തിനോട് ഒരു തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കൽ, അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു അനിതര സാധാരണമായ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നത് തസവുഫിന്റെ ഒരു പ്രധാന ഒരു മേഖലയാണ് എന്നതുകൊണ്ട് മാത്രം അവരെ ഷിഈ സുന്നി സെക്ടേറിയനിസത്തിന്റെ കണ്ണിലൂടെ കാണുന്നത് വളരെ അബദ്ധധാരണയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൗലാന മൗദൂദിയുടെ രചനകളിലും ചിന്തകളിലും പ്രഭാഷണങ്ങളിലും ഈ അഹ്ലു ബൈത്ത് കണക്ഷൻ നമുക്ക് വ്യക്തമായി കാണാം. ഇമാം ഹുസൈനിന്റെ ഷഹാദത്തെ ഇമാം ഹുസൈൻ എന്ന പേരിൽ ഒരു ബുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ മുഹറവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് അവരുടെ റേഡിയോയിൽ പല പ്രഭാഷണങ്ങൾ നമുക്ക് ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ മീലാദുൻ നബിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമുക്ക് വർഷിപ്പ് ആൻഡ് ഫെസ്റ്റിവൽ ഇൻ ഇസ്ലാം എന്ന് പറയുന്ന, ഇസ്ലാമിലെ ആരാധനയും ആഘോഷങ്ങളും എന്ന് പറയുന്ന രചനയിൽ മീലാദുൻ നബിയുമായി ബന്ധപ്പെട്ട ഭാഗം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയും അതായത് തസവുഫിന്റെ സൂഫികളുടെ പ്രധാന ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും അതിനെ ഒരു സലഫി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി എതിർക്കുന്ന ഒരു ലോകത്തിൽ, എന്നാൽ അതിനേക്കാളും അപ്പുറം ചിന്തിക്കുന്ന മുസ്ലിം സോഷ്യൽ മൊബിലിറ്റിയുടെ ടൂളുകളെ വ്യക്തമായി മനസ്സിലാക്കിയ മുസ്ലിം ജനസാമാന്യത്തിന്റെ ആത്മീയമായ ഉള്ളടക്കങ്ങളെ അത് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആത്മീയ ഭൗതിക ജീവിതം തന്നെയായിരുന്നു മൗലാന മൗദൂദി നയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകളിലും ചിന്തകളിലും പ്രഭാഷണങ്ങളിലും ഈ സൂഫി വിഷയങ്ങളിലുള്ള പ്രധാന ടൈറ്റിലുകൾ പോലും ഉണ്ടായതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മൗലാന മൗദൂദി ഷെയ്ഖ് പീർ അല്ലെങ്കിൽ പീർ മുരീദ് ബന്ധം, ഷെയ്ഖ് അനുയായി ബന്ധത്തെ ശക്തമായി ക്രിട്ടിസൈസ് ചെയ്തിരുന്നു എന്ന് പറയാം. എന്നാൽ അതേസമയം തന്നെ ഒരു നേതാവ് അനുയായി ബന്ധത്തെ മൗലാന മൗദൂദി പ്രവർത്തകർ തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന രചനകളിൽ പ്രത്യേകം ഊന്നി പറയുന്നത് കാണാം. അതായത് ഉലുൽ അംറുമായി ബന്ധപ്പെട്ട ചർച്ച, ഇമാറത്തുമായി ബന്ധപ്പെട്ട ചർച്ച, അതായത് നേതൃത്വവുമായും ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം അനുയായി നേതാവിനും നേതാവ് അനുയായിക്കും നൽകുന്ന ആ ഒരു പാരസ്പര്യത്തെയും അവർ തമ്മിലുള്ള ബന്ധത്തെയും അവർ തമ്മിലുള്ള ഇത്തിബാവിനെയും ഒരു ശരിയായ മാർഗത്തിലുള്ള ഒരു അനുസരണയെയും മൗലാന മൗദൂദി എടുത്ത് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഈ കാർക്കൂൻ പോലുള്ള പദപ്രയോഗങ്ങൾ, മൗലാന മൗദൂദി സ്വീകരിച്ച പല പദപ്രയോഗങ്ങളും ആദ്യകാല സൂഫി ടെർമിനോളജികളും കൂടി ആയിരുന്നു എന്നത് വേറെ ചില പഠനങ്ങളും കൂടിയുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി ചെയ്തത് ഈ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളെ കടമെടുക്കുകയും എന്നാൽ അതിന് വളരെ സുന്ദരമായ കുറച്ചും കൂടി ഇസ്ലാമികമായ ആശയ ലോകത്തേക്ക് അദ്ദേഹം അതിനെ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തതും നമുക്ക് കാണുവാൻ കഴിയും. തസവുഫിനെ അല്ലെങ്കിൽ തസവുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളെ അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് മൗലാന മൗദൂദി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിൽ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സൂഫി വിഭാഗങ്ങളെ 3 വിഭാഗങ്ങളായി അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. അതിലൊന്ന് ശരിയായി നമ്മൾ ഫോളോ ചെയ്യേണ്ട, അനുസരിക്കേണ്ട, അനുഗമിക്കേണ്ട വിഭാഗം എന്ന നിലയിൽ അത് അദ്ദേഹം ഇബ്രാഹിം അദ്ദേഹമിനെ പോലുള്ള, ജുനൈദ് ബാഗ്ദാദിനെ പോലുള്ള, അല്ലെങ്കിൽ ഒരുപാട് അബ്ദുൽ ഖാദർ ജീലാനിനെ പോലുള്ള ആദ്യകാല നല്ലവരായ പണ്ഡിതന്മാരെ അവരുടെ ത്വരീഖത്തുകൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ അനിവാര്യമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമതായി അദ്ദേഹത്തിന്റെ ഒരു കാറ്റഗറി ഈ ചില സൂഫി ത്വരീഖത്തുകളെ ക്രിട്ടിക്കലായിട്ടാണ് നമ്മൾ സമീപിക്കേണ്ടത്.
കാരണം അത് പിൽക്കാലങ്ങളിൽ അവർ വിവിധ ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഷെയ്ഖിനെ, നേതാവിനെ പ്രത്യേകം അവരെ നമ്മൾ ആദരിക്കുക തന്നെ വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കാരണം പിന്നീട് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കലർപ്പുകൾ ഉണ്ടായതാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് തീർച്ചയായും അകന്നു നിൽക്കേണ്ട വിഭാഗങ്ങൾ എന്ന നിലയിൽ മൂന്നാമത്തെ വിഭാഗത്തെ പറയുന്നുണ്ട്. അത് ശരീഅത്തിൽ നിന്ന് വളരെ ദൂരെ പോയ സൂഫി സ്റ്റഡീസിലെ പണ്ഡിതന്മാർ പൊതുവെ ശരീഅത്തിനെ അല്ലെങ്കിൽ തസവുഫിനെ, സൂഫി ത്വരീഖത്തുകളെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് എണ്ണുന്നത്. ഒന്ന് ബാഷറാ ത്വരീഖത്തൊന്നും മറ്റൊന്ന് ബേഷറാ ത്വരീഖത്തൊന്നും. അതായത് ശരീഅത്തിനെ അംഗീകരിക്കുന്ന ത്വരീഖത്തുകൾ എന്നതിനാണ് ബാഷറാ ത്വരീഖത്ത് എന്ന് പറയുക. ശരീഅത്തി വിരുദ്ധമായ അല്ലെങ്കിൽ ഒരുപാട് എലമെന്റുകൾ ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള ത്വരീഖത്തുകൾക്കാണ് ബേഷറാ ത്വരീഖത്തുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പല സൂഫി ത്വരീഖത്തുകളിലും ഈ ബേഷറാ ത്വരീഖത്തുകൾ കലർപ്പാവുകയും അതിൻ്റെ ഭാഗമായി മുഖ്യധാര ത്വരീഖത്തുകളിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതായത് മലാമത്തിയ ത്വരീഖത്ത്, കലന്തരി ത്വരീഖത്ത്, അങ്ങനെ ധാരാളം ത്വരീഖത്തുകൾ പിൽക്കാലത്ത് രൂപപ്പെടുകയും അത് ശരീഅത്തി വിരുദ്ധമായ ഒരുപാട് ട്രെൻഡുകൾ കൊണ്ടു നടക്കുകയും ചെയ്തവരാണ്. ഇവർ തന്നെ മുഖ്യധാര ത്വരീഖത്തിൽ കലരുകയും അതിൻ്റെ ഭാഗമായി ആ ത്വരീഖത്തുകളും കൂടി ആ ഒരു സൂഫി ധാരകളും കൂടി തെറ്റിപ്പോകുന്ന തരത്തിലേക്ക് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കണമെന്ന് മൗലാന മൗദൂദി പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഒരു അനുയായി എന്ന നിലയിൽ അന്ധമായ അനുസരണത്തിനേക്കാളും അപ്പുറം അത് നേതാവാണെങ്കിലും അതല്ലെങ്കിൽ ഷെയ്ഖ് ആണെങ്കിലും ശക്തമായ ഒരു വിമർശന സ്വഭാവം ഓരോ അനുയായികൾക്കും ഉണ്ടാവണം എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു നിർബന്ധ ബുദ്ധി നിലനിർത്തുന്നുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെയാണ് ഒരു വിശ്വാസം നടക്കേണ്ടത്. അതിനാവശ്യമായ എല്ലാ രീതികളും അതിൻ്റെ മാർഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻഗാമികളും സലഫു സാലിഹ്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു രീതിയിലൂടെയാണ് നടക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൗലാന മൗദൂദിയുടെ ചിന്തകൾക്ക് ഒരുപക്ഷെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ സാമ്യതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് ഷാ വലീദ് ദഹ്ലവിയിലേക്കാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഒരു മുജദ്ദിദ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു ഷാ വലീദ് ദഹ്ലവി. അദ്ദേഹത്തിന്റെ ചിന്തകളോട് ഏറ്റവും കൂടുതൽ ബന്ധം മൗലാന മൗദൂദി കാത്തു സൂക്ഷിക്കുന്നതെന്ന് കാണാം. കാരണം ഖുർആനിലെ തജ്ദീദിനെ കുറിച്ചും ഖുർആനിൽ വേണ്ട ഖുർആനികമായി സമൂഹത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കരണത്തെക്കുറിച്ചും ഹദീസ് മേഖലയിൽ ഉണ്ടാവേണ്ട ചർച്ചകളെക്കുറിച്ചും അതുപോലെ തന്നെ സാമൂഹികമായ ചിന്തകളെക്കുറിച്ചും സാമ്പത്തികമായ വിഷയങ്ങളിലും രാഷ്ട്രീയപരമായ പരിഷ്കരണത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിച്ച ഒരാളാണ് ഷാ വലീദ് ദഹ്ലവി. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ ചിന്തകളിലും ഷാ വലീദ് ദഹ്ലവിയുടെ ആ ഒരു ബന്ധം നമുക്ക് കാണാം. ഷാ വലീദ് ദഹ്ലവി അദ്ദേഹത്തിന്റെ ഒരു ദേശരൂപീകരണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ പ്രധാനമായും വെക്കുന്നത് 4 പദവികളാണ്. ഒന്ന്, വ്യക്തി കുടുംബം. വ്യക്തിയുടെ സംസ്കരണത്തിലൂടെ കുടുംബം വളരുകയും കുടുംബത്തിന്റെ സംസ്കരണത്തിലൂടെ നഗരം വളരുകയും, അതായത് ഒരു സിറ്റി, അൽ മദീന എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നിൽ വെക്കുന്നത്. ഒരു സിറ്റിയുടെ വളർച്ച ഉണ്ടാവുകയും അതിലൂടെ ദൗലത്തിലേക്ക് ഒരു ഭരണകൂടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദേശത്തിലേക്കുള്ള ഒരു വളർച്ച ഉണ്ടാവണമെന്നാണ് ഷാ വലീദ് ദഹ്ലവി പറഞ്ഞത്. ഷാ വലീദ് ദഹ്ലവി സിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അൽ മദീന നഗരത്തെക്കുറിച്ച് പറയാൻ കാരണം അദ്ദേഹം ഡൽഹിയിലാണ് ജീവിച്ചത്. ഡൽഹിയാണ് മുഗൾ ഡൈനാസ്റ്റിയുടെ കേന്ദ്രം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മാനുഷിക വ്യവഹാരങ്ങളുടെയും കേന്ദ്രം ഡൽഹി ആയതുകൊണ്ട് വ്യക്തി, കുടുംബം, മദീന, നഗരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മൗലാന മൗദൂദി ആ ഒരു ആശയത്തെ കടമെടുക്കുകയും വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും, കാരണം ഒരു സമൂഹത്തിന്റെ വളർച്ചയാണ് നഗരത്തിനേക്കാളും അപ്ലിക്കബിൾ ആവുന്നതും, അങ്ങനെ വിവിധ സമൂഹങ്ങളുടെ വളർച്ച പിന്നീട് അത് ഒരു ദേശത്തിന്റെ വളർച്ചയിലേക്ക് എത്തുമെന്നും മൗലാന മൗദൂദി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തരത്തിൽ മൗലാന മൗദൂദിയുടെ ചിന്തകളുടെയും അപ്രോച്ചിന്റെയും മെത്രോളജിയെയും എല്ലാം ഷാ വലീദ് ദഹ്ലവി എന്ന് പറയുന്ന നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ അനുഭവങ്ങളിലേക്ക് ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതിൻ്റെ കൂടെ മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ഏറ്റവും സുപ്രധാനമായ രചനകളിൽ ഒന്നാണ് തജ്ദീദു ഇഹ്യാ ഉദ്ദീൻ അല്ലെങ്കിൽ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇസ്ലാം എന്ന പേരിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കിതാബ്. അതിൽ മൗലാന മൗദൂദി തജ്ദീദ്, പരിഷ്കരണം, ഇസ്ലാമിക ലോകത്ത് പരിഷ്കരണം നടത്തിയവർ എന്ന പേരിൽ പരാമർശിച്ച ബഹുഭൂരിപക്ഷവും സൂഫി അല്ലെങ്കിൽ തസവുഫിന്റെ മേഖലയിൽ അറിയപ്പെട്ടവരായിരുന്നു.
അതിൽ ഖുലഫാ റാഷിദിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നെ ഖുലഫാ റാഷിദിക്കും 4 ഇമാമുമാർക്കും ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലെ ഉമർ രണ്ടാമന്റെ ജീവിതത്തെ അവലോകനം ചെയ്തതിനു ശേഷം മൗലാന മൗദൂദി പിന്നീട് പോകുന്നത് ഇമാം ഗസാലിയിലേക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിലേക്കും ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ ജീവിതത്തിലേക്കും പിന്നീട് ഷാവുല്ലാ ദഹ്ലവിയുടെ തന്നെ പേരക്കുട്ടിയായ ഷാ ഇസ്മായിൽ ദഹ്ലവിയിലേക്കും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദ് അഹമ്മദ് ബറൈൽവി ഷഹീദിന്റെ ജീവിതത്തിലേക്കുമാണ്. അതായത് ഈ പറയുന്നവരെല്ലാം അത് എല്ലാം തസവുഫിന്റെ മേഖലകളിൽ വ്യത്യസ്തമായ വളരെ വ്യതിരിക്തമായ സംഭാവനകൾ അർപ്പിച്ചവരാണ്. അതിൽ ഇമാം ഗസാലിയെ മൗലാന മൗദൂദി വളരെ വിശദമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇമാം ഗസാലി എന്ന് പറയുന്നത് തസവുഫിന്റെ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടാകുന്ന തസവുഫിന്റെ ഒരു അവസ്ഥയും ഇൽമുൽ കലാം എന്ന് പറയുന്ന സ്കോളാസ്റ്റിസം, അതായത് ദൈവ തത്വശാസ്ത്രപരമായ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളെയും ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു സ്വാധീനത്തെയും അതുണ്ടാക്കിയ സാമൂഹികമായ പ്രശ്നങ്ങളെയെല്ലാം മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിൽ തസവുഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത എന്നാൽ എല്ലാ തരത്തിലുള്ള സാമൂഹിക വ്യവഹാരങ്ങളിലും ഇടപെട്ട ഒരാളെന്ന നിലയിൽ ഇമാം ഗസാലിനെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ പ്രത്യേകിച്ച് മൗലാന മൗദൂദിയുടെ ഒരു ചിന്തയുടെ ഒരു പ്രധാന മേഖലയാണല്ലോ വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കരണം. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലിയുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കരണത്തെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. അതിൽ ഇമാം ഗസാലിയുടെ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത് അന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയെ അവിടുത്തെ തകർച്ചയെ അദ്ദേഹം വിമർശിക്കുകയും അതിനാവശ്യമായ ഒരു പുതിയ സംവിധാനത്തെ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അതായത് ലോക ശാസ്ത്രീയ മേഖലയിൽ മാത്രം ഇൻഫ്ലുവൻസ് ചെലുത്തുകയും അത് ഇസ്ലാമികമായി യാതൊരു ഉപകാരം ചെയ്യാത്ത തരത്തിലേക്ക് അന്നത്തെ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇത്രയും അതിന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശരീഅത്തിന് പ്രത്യേകിച്ച് ഒരു പൊസിഷൻ ഇല്ലാത്ത ഒരു കരിക്കുലത്തെയും ഇമാം ഗസാലി അവലോകനം ചെയ്യുകയും അതിന് പകരമായി ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വൈജ്ഞാനിക വളർച്ചയെയും ഇമാം ഗസാലി സമർപ്പിച്ചതായി ഈ ഒരു രചനയിൽ മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വൈജ്ഞാനിക സംവിധാനങ്ങളാവട്ടെ അതെല്ലാം തന്നെ ശരിയായ തരത്തിലുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വേണമെന്നാണ് ഇമാം ഗസാലി ആ ഒരു വിഷയത്തിൽ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റു ചില വിഷയങ്ങളും ഇമാം ഗസാലിയുടെ ഫിലോസഫിക്കലായ കോൺട്രിബ്യൂഷൻ പറയുന്നു. ഇമാം ഗസാലിയുടെ രാഷ്ട്രീയമായ മേഖലയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇമാം ഗസാലിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയിട്ടുണ്ട്. ഇമാം ഗസാലിയുടെ ആത്മീയമായ ഒരു കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൻ്റെ ഒരു അവസ്ഥയെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹദീസ് മേഖലയിൽ ഇമാം ഗസാലി വിമർശിക്കപ്പെടുന്നതിനെ കുറിച്ച് മൗലാന മൗദൂദി ഊന്നി പറയുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇമാം ഗസാലിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച പണ്ഡിതൻ എന്ന നിലയിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എണ്ണുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു തൈമിയെ സൂഫികളുടെ രൂപത്തിൽ എണ്ണുന്നു എന്നത് പലർക്കും സംശയമുണ്ടാവാം. കാരണം പുതിയ പഠനങ്ങൾ പ്രകാരം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലും അബ്ദുൽ ഖാദർ ജീലാനിയുടെ അനുയായി ആയിരുന്നു എന്ന് ചില പഠനങ്ങളുണ്ട്. അതായത് ആ ഒരു ത്വരീഖത്തിന്റെ ആളായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന മഹാനായ പരിഷ്കർത്താവിന്റെ ചിന്തകളെ ഏറ്റുപിടിച്ച ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അറിയപ്പെടുന്നത്. തസവുഫിന്റെ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ഒരു ജീവിതത്തിലുള്ള പ്രാധാന്യത്തെ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മൗലാന മൗദൂദി അത് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ തസവുഫിനുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വിശ്വാസി ഏതൊരു സാഹചര്യത്തിലും വിജയിക്കുന്നവനാണ്. അദ്ദേഹം പറയുന്നുണ്ട് മാ യഫ്അലു അദാഇ ബി, എൻ്റെ ശത്രുക്കൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, അവരെന്നെ ഇന്ന സിജിനി ഖൽവ, എന്നെ അവര് ജയിലിൽ ഇടുകയാണെങ്കിൽ അതെനിക്ക് ഖൽവത്താണ്. ഈ ഖൽവത്ത് എന്നുള്ള പദപ്രയോഗം സൂഫി ടെർമിനോളജി ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോളിറ്റ്യൂഡ് എന്ന അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവുമായി മാത്രം ഒന്നിച്ചു നിൽക്കുന്ന വേറെ ആരുമായി ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തെയാണ് ഖൽവത്ത് എന്ന് പൊതുവെ സൂഫി ടെർമിനോളജികൾ അറിയപ്പെടുന്നത്. ആ ഒരു പദത്തെയാണ് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്നെ ജയിലിലിടുകയാണെങ്കിൽ എനിക്കത് അള്ളാഹുമായി തനിച്ചാവാനുള്ള ഒരു സാഹചര്യമായി മാറുന്നു. അതേപോലെ തന്നെ എന്നെ നാട് കടത്തുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ സിയാഹ, അദ്ദേഹം പറയുന്നത് അതും മറ്റൊരു സൂഫി ടെർമിനോളജിയാണ്. അത് സിയാഹത്തായി മാറുന്നു. ലോകങ്ങളിൽ മറ്റു ഭാഗങ്ങളിൽ കറങ്ങാനുള്ള
വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഒരു മാർഗമായി മാറുന്നു, എന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഖത്ലി ഷഹാദ, എന്നെ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ അത് ഷഹാദത്തായി മാറുന്നു, രക്തസാക്ഷ്യമായി മാറുന്നു. ഷഹാദത്ത് എന്ന് പറയുന്നതിൻ്റെ രണ്ടർത്ഥങ്ങളും, സത്യസാക്ഷ്യം എന്നുള്ള അർത്ഥവും രക്തസാക്ഷ്യം എന്നുള്ള അർത്ഥവും, അത് സൂഫി ടെർമിനോളജികളിലെ പ്രധാനമായി വ്യവഹരിക്കപ്പെടുന്ന പദപ്രയോഗങ്ങളാണ്. അത് നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ചിന്തകളിലും കാണാം. അതിനുശേഷം മൗലാന മൗദൂദി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം വിശദീകരിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, അക്ബറിന്റെ കാലത്തെ ഉണ്ടായ ദീന ഇലാഹി എന്ന് പറയുന്ന ആ പുതിയ മത സംവിധാനം, അത് മുഗൾ ദർബാറിലും സാമൂഹിക തലത്തിലും ആരാധന സാമൂഹിക മേഖലയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി അത് കൈകാര്യം ചെയ്യുകയും അതിനെ ചെറുക്കുകയും ദീന ഇലാഹിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. മൗലാന മൗദൂദി അതിന് സുന്ദരമായി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അത് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ അന്നത്തെ ഒരു സാഹചര്യത്തെ മൗലാന മൗദൂദി അവലോകനം ചെയ്യുന്നുണ്ട്. അന്നത്തെ ആത്മീയ നേതൃത്വം, പല സൂഫി പണ്ഡിതന്മാർ പോലും അല്ലെങ്കിൽ സൂഫികൾ പോലും ഈ ഒരു തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരായിരുന്നു. അത് നിയോ പ്ലാറ്റോണിസം ആവട്ടെ, ജീവിതത്തിൽ നിന്നുള്ള സ്റ്റോയിസിസം പോലുള്ള കൺസെപ്റ്റ് ആവട്ടെ, മനിക്കിസം അതായത് മാനി കൺസെപ്റ്റുകൾ, വിവിധ ജാഹിലി കൺസെപ്റ്റുകളാവട്ടെ, ഇന്ത്യയിലുള്ള വേദാന്തങ്ങൾ കൂടുതൽ അവലംബിക്കുന്ന ചിന്തകളാവട്ടെ, ഇതെല്ലാം മിക്സപ്പായ ഒരു തരത്തിലുള്ള ഫിലോസഫിക്കലായ മിസ്റ്റിസിസം ആയിരുന്നു, ആത്മീയവാദമായിരുന്നു അന്ന് ആ സാഹചര്യത്തിൽ ഉണ്ടായതൊന്നും. ഇതിനെല്ലാം ഇസ്ലാമികമായ ധാർമ്മിക വിശ്വാസ ബന്ധങ്ങളുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇല്ലായിരുന്നുവെന്നും മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ കാലത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത പണ്ഡിതൻ എന്ന നിലയിലാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം ബാഖിബില്ല, ഷെയ്ഖ് ബാഖിബില്ല എന്നതാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ ഉസ്താദായി അറിയപ്പെടുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഒരു കോട്ട്, അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനത്തെ മൗലാന മൗദൂദി ഈ രചനയിൽ പരാമർശിക്കുന്നുണ്ട്. ഷെയ്ഖ് ബാഖിബില്ലയുമായി സർഹിന്ദി കണ്ടുമുട്ടുകയും അതിൽ അദ്ദേഹത്തെ കൂടുതൽ ആകൃഷ്ടനാവുകയും അതിന്റെ ഭാഗമായി ഷെയ്ഖ് ബാഖിബില്ല അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സർഹിന്ദിൽ നിന്നുള്ള ഷെയ്ഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. അയാളുടെ വിവരവും അയാളുടെ ആത്മീയ മേഖലയിലുള്ള കഴിവുകളും എനിക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇയാളെ കൊണ്ട്, ഈ ചെറുപ്പക്കാരനെ കൊണ്ട് വരും കാലങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ധാരണയെ ബാഖിബില്ലയുടെ ഒരു വർത്തമാനത്തെ മൗലാന മൗദൂദി എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മൗലാന മൗദൂദി എണ്ണി പറയുന്നതാണ് ഷാ വലീദ് ദഹ്ലവി. നക്ഷബന്ദി ത്വരീഖത്തിന്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ഷാ വലീദ് ദഹ്ലവിയുടെ മുഴുവൻ സംഭാവനകളെയും, അത് ആത്മീയ, വൈജ്ഞാനിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിലുള്ള മുഴുവൻ സംഭാവനകളെയും മൗലാന മൗദൂദി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ ചിന്തകളെ ജീവിതത്തിലേക്ക് പോലും പകർത്തിയെടുത്തതും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഷാ വലീദ് ദഹ്ലവിയുടെ പേരക്കുട്ടിയാണ് ഷാ ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്ന പണ്ഡിതൻ. അതായത് ബറേൽവി മൂവ്മെന്റ് എന്ന പേരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സിന്ധ്, പെഷവാർ, മൻസൂറ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു 2 മാസത്തേക്കെങ്കിലും പോലും ഒരു ഭരണം രൂപീകരിച്ച 2 മഹാന്മാരായ പണ്ഡിതരും വീരരുമാണ് ഷാ ഇസ്മായിൽ ഷഹീദും സയ്യിദ് അഹമ്മദ് ബറേൽവിയും. അവസാനം ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന സിഖ് സൈന്യത്തോടുകൂടി പൊരുതി ഷഹീദാവുന്ന ചരിത്രമാണ് ഇവരുടെ ജീവിതത്തിലും ഉള്ളത്. ഇവരുടെ ഈ ബറേൽവി മൂവ്മെന്റിനെ മൗലാന മൗദൂദി വിശദീകരിക്കുകയും ഷാ ഇസ്മായിൽ ഷഹീദിന്റെയും സയ്യിദ് അഹമ്മദ് ബറേൽവി ഷഹീദിന്റെയും സംഭാവനകളെയും ധീരതയെയും അവരുടെ ഈമാനികമായ പ്രവർത്തനത്തെയും മൗലാന മൗദൂദി വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പോൾ ഈ തരത്തിൽ മൗലാന മൗദൂദി മുജദ്ദിദായി പരിഗണിക്കുന്നത് പോലും പ്രത്യേകിച്ച് തസവുഫിന്റെ മേഖലയിൽ ആഴത്തിൽ സ്വാധീനവും അതിൻ്റെ പേരിൽ പ്രവർത്തിച്ചതുമായ പണ്ഡിതന്മാരെ ആയിരുന്നു എന്നതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ രചനയിൽ കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മുടെ ചർച്ചയിൽ മൗലാന മൗദൂദിയുടെ ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട വിഷയം. വളരെ ആഴത്തിൽ പഠിക്കേണ്ട, എന്നാൽ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. മൗലാന മൗദൂദിക്ക് സ്വന്തമായി തന്നെ ഇൽമുൽ കലാമുമായി കാഴ്ചപ്പാടുണ്ട്. മൗലാന മൗദൂദിയുടെ മുഴുവൻ തിയോസഫി, ഫിലോസഫി, പൊളിറ്റിക്കൽ തിയോളജി എല്ലാം ഈ ഇൽമുൽ കലാമുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. മൗലാന മൗദൂദി മുന്നോട്ട് വെച്ച
തിയോ ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും അത് ഇൽമുൽ കലാമിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. ഇൽമുൽ കലാം എന്ന് പറയുന്ന പദം തന്നെ അത് ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് അബ്ബാസി കാലഘട്ടത്തിൽ സജീവമായ ഒരു ചർച്ചയാണ്. അത് ലോജിക്കും റീസണിങ്ങും റാഷണലും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ടെസ്റ്റിനെ കൈകാര്യം ചെയ്യുകയും അതനുസരിച്ചുകൊണ്ടുള്ള വൈജ്ഞാനിക വ്യവഹാരങ്ങൾ ഇടപെടുകയും ചെയ്ത ഒരു ലോകത്തെയാണ് ഇൽമുൽ കലാം എന്ന് ചുരുക്കി പറയുന്നത്. മുഅ്തസിലി, മാതുരീദി, അഷ്അരി പോലുള്ള വിവിധ ഗ്രൂപ്പുകൾ ഈ ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ ലോജിക്കലായും റീസണലായും അതുപോലെ തന്നെ റാഷണലായും ഉപയോഗിച്ച് അതിന് ഇസ്ലാമികമായ ഒരു പരിഹാരം, വിഷയങ്ങൾക്കുള്ള പരിഹാരം എങ്ങനെ മുന്നോട്ട് വെക്കാൻ പറ്റുമെന്ന് മൗലാന മൗദൂദിയും ചിന്തിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിയ എന്ന് പറയുന്ന മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് തയ്യാറാക്കുന്നതിൽ മൗലാന മൗദൂദി ഇൽമുൽ കലാമിനെ ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മൗലാന മൗദൂദിയുടെ പൊളിറ്റിക്കൽ കൺസെപ്റ്റ് പോലും ഈ തരത്തിലുള്ള തൗഹീദിൽ നിന്ന് രൂപീകരിച്ചതാണ്. തൗഹീദ് എന്ന് പറയുന്നത് ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട ഡിവൈൻ ആയ ഒരു കൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പോലും തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മൗലാന മൗദൂദിയുടെ കാഴ്ചപ്പാടുകൾ മുഴുവനും അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും രൂപീകരിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഇൽമുൽ കലാമിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അസ്മാൽ ഹുസ്ന അല്ലെങ്കിൽ അസ്മാ സിഫാത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഉപമകളെയും നാമങ്ങളെയും കുറിച്ചുള്ള ചർച്ച. അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്നും അതിന് ഓരോരോ സ്വത്വം കൊടുക്കാൻ പാടില്ല എന്നും അതിനെ സ്വതന്ത്രമായി തന്നെ മനസ്സിലാക്കണമെന്നും അത് അള്ളാഹുവിന്റെ ഉപമകൾ മാത്രമാണ് എന്ന് അങ്ങനെ തന്നെ പഠിക്കണമെന്നുമാണ് അഖീദ, വിശ്വാസ വിഷയങ്ങൾ സംസാരിക്കുന്ന ദൈവതത്വശാസ്ത്രജ്ഞന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് അൽ അസ്മാൽ ഹുസ്ന എന്ന് പറയുന്ന രചന മൗദൂദി സാഹിബ് ഉൾപ്പെടുത്തി സംസാരിക്കുന്നത് കാണാം. മൗലാന മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ് മുത്തശാബിഹാത്ത്. പലപ്പോഴും ഇസ്ലാമിന്റെ മുഫസ്സിറുകൾ ഈ മുത്തശാബിഹാത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ വിശദീകരണം നൽകാതെ എങ്ങനെയാണോ അത് പരാമർശിച്ചത് അതിൽ മാത്രം താല്പര്യപ്പെടുകയും അത് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി സ്വീകരിച്ചത് കാണാം. എന്നാൽ മൗലാന മൗദൂദി ഒരു ഭയവും കൂടാതെ ഇസ്ലാമിന്റെ മൗലികതയിൽ നിന്ന് തെറ്റാതെ ഈ മുത്തശാബിഹാത്തിനെ കൈകാര്യം ചെയ്യുന്നത് കാണാം. ഉദാഹരണം ഖദർ പോലുള്ള ചർച്ച. മൗലാന മൗദൂദിയുടെ ഖദറോ ജബർ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. ഡെസ്റ്റിനി ആൻഡ് ഫാറ്റലിസം എന്നാണ് അത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഫ്രീ വിൽ എന്നത് അത് ഒരു മനുഷ്യന് ആവശ്യമാണ്. കാരണം ഒരാൾക്ക് ഈ ജഹമിയ പോലുള്ള ഈ ഇങ്ങനെ അഖീദാപരമായ ചില ഗ്രൂപ്പുകളുണ്ട്. അവരുടെ കൺസെപ്റ്റില് ഒരു മനുഷ്യന് ഫ്രീ വിൽ ഒന്നുമില്ല, എല്ലാം അള്ളാഹ് തീരുമാനിച്ചതാണ്, അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടവരാണെന്നാണ് പറയാ. എന്നാൽ മൗലാന മൗദൂദി പറയുന്നു അങ്ങനല്ല, ഓരോ മനുഷ്യനും ഫ്രീ വിൽ ഉണ്ട്, സ്വന്തമായ തെരഞ്ഞെടുപ്പുണ്ട്. അതല്ല എങ്കിൽ നമ്മളും കല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതേസമയം തന്നെ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാം നമ്മുടെ ഫ്രീ വില്ലാണ്, അള്ളാഹുവിന് നമ്മുടെ കാര്യത്തിൽ യാതൊരു റോളുമില്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ല. നമ്മൾ ആ രണ്ട് കാര്യങ്ങൾക്കും ഇടയിലാണ്, അള്ളാഹു ആ തരത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മൗലാന മൗദൂദി ഖദറോ ജബർ എന്ന് പറയുന്ന രചനയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശാബിഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗലാന മൗദൂദി പ്രത്യേകം പറയുന്നുണ്ട്, ഇത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഫീൽഡല്ല, ഇത് വളരെ ഡിവൈനായ മെറ്റാഫിസിക്കലായ ഒരു വ്യവഹാരമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ആഴവും പരപ്പും വൈജ്ഞാനികമായ നല്ല ധാരണയും ഉള്ളവരാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്തിൽ സുമ്മസ്തവ അലൽ അർശ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് അള്ളാഹ് പറയുന്നു, പിന്നീട് അവൻ സിംഹാസനസ്ഥനായി, സുമ്മസ്തവ അലൽ അർശ് എന്ന് മൗലാന മൗദൂദി അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ പറയുന്നത് അള്ളാഹു ഇരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു ഇരിക്കണമെങ്കിൽ അള്ളാഹുവിനൊരു ശരീരം ഉണ്ടാവണം. അപ്പോൾ ആ ഇരുത്തത്തെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്, അതായത് അർശ് എന്ന് പറയുന്നത് സിംഹാസനമാണ്. സിംഹാസനം ഉദ്ദേശിക്കുന്നത് പരമാധികാരത്തെയാണ്, ഒരു വലിയൊരു അധികാരത്തെയാണ്, ഒരു അതോറിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക പ്രപഞ്ചത്തിന്റെ അധികാരം തന്റെ കൈക്കലാക്കി, ചെങ്കോൽ അതായത് അതിന്റെ ഒരു കടിഞ്ഞാൻ തന്റെ കയ്യിലാക്കി എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മൗലാന മൗദൂദി തഫ്ഹീമുൽ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇരുന്നു എന്നതിനെ ഒരു അധികാരം തന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു, തന്റെ ഭാഗമാക്കി എന്നാണ് മൗലാന മൗദൂദി അതുകൊണ്ട് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ കൈ, അതായത് യദുല്ലാ ഫൗഖ ഐദീഹിം, സൂറത്തുൽ ഫതഹ് 10-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ബൈഅത്ത് റിദ്വാൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ടല്ലോ.
ഉസ്മാൻ റളിയല്ലാഹുവിനെ മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുമ്പോൾ, എന്നാൽ ആ ഹുദൈബിയ സന്ധിയുടെ ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ അത് തടഞ്ഞു വെക്കുമ്പോൾ, എന്നാൽ ഞങ്ങൾ അതിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ കൈവെക്കുന്ന ഒരു സാഹചര്യം സൂറത്തുൽ ഫത്ഹിലെ 10-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, യദുല്ലാഹി ഫൗക അയ്ദിഹിം, അള്ളാഹുവിന്റെ കൈയും അവരുടെ മുകളിലുണ്ട്. അതായത് അള്ളാഹുവിന്റെ കൈ വെച്ചു എന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ സാന്നിധ്യവും അവരുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. സൂറ മുൽക്കിലെ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ടല്ലോ, 1-ാമത്തെ ആയത്ത്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന ആയത്ത്. അതായത് അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരം എന്ന് പറഞ്ഞാൽ കയ്യിലാണ് എന്നുള്ള അർത്ഥത്തിലല്ല, പകരം അള്ളാഹുവിന്റെ പക്കലാണ്, അള്ളാഹുവിനാണ് അധികാരം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഖലഖ്തു ബിയദൈ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ, സൂറത്ത് സ്വാദിലെ 75-ാമത്തെ ആയത്തിൽ. അതായത് എൻ്റെ 2 കരങ്ങൾ കൊണ്ടും ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ 2 കരങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നിട്ടും നീ അഹങ്കരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരർത്ഥം, ഒരു ഭാഗം നമുക്ക് സൂറത്ത് സ്വാദിലെ 75-ാമത്തെ ആയത്തിൽ കാണാം. മൗലാന മൗദൂദി അതിന് വിശദീകരിക്കുന്നത്, ഈ 2 കരങ്ങൾ എന്ന് പറയുന്നത് കൈ എന്നതിനേക്കാളും അപ്പുറം അവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെയാണ് അതുകൊണ്ട് വിശദീകരിക്കുന്നതെന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, ഈ മുത്തശാബിഹാത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളെ പൊതുവെ വിശദീകരിക്കാതെ പോകുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ മനുഷ്യനെ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ഖുർആൻ പഠിതാവിന് വായിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സിമ്പിളായി അതിനെ പരാവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് മൗലാന മൗദൂദി സ്വീകരിച്ചത്. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ, അൽ മലിക് എന്ന് പറയുന്ന ഒരു പദമുണ്ടല്ലോ, സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്ന 22 മുതൽ 24 വരെയുള്ള ആയത്തുകളിൽ പ്രധാന അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുന്നുണ്ടല്ലോ. അതിൽ അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന അൽ മലിക് എന്നുള്ള പദപ്രയോഗം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉദ്ദേശിക്കുന്നത് അവന്റെ പരമാധികാരം, അവന്റെ സൊവേണിറ്റി, അതുപോലെ തന്നെ മുഴുവൻ പ്രപഞ്ചങ്ങളിലുമുള്ള അള്ളാഹുവിന്റെ റൂൾ, ഭരണം പരന്നു കിടക്കുന്നു എന്ന തരത്തിൽ എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നുള്ള അർത്ഥമാണ് അൽ മലിക്കിന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ആയത്തുൽ കുർസിയിലെ ആ ഒരു അൽ ബക്കറയിലെ 255-ാമത്തെ ആയത്തിലും ആയത്തുൽ കുർസിയെയും ഈ ഒരു തരത്തിൽ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഉപമകളെയും മൗലാന മൗദൂദി വളരെ സുന്ദരമായി ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഇസ്ലാമിന്റെ അഖീദയും അള്ളാഹുവിന്റെ അസ്തിത്വവും മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ തരത്തിൽ വളരെ സുന്ദരമായി മൗലാന മൗദൂദി വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ മൗലാന മൗദൂദി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തത്, മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ധാരാളം പദപ്രയോഗങ്ങൾ ഈ വിഷയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഈ അസ്റാർ എന്ന് പറയുന്ന ഒരു പദം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇൽമുൽ കലാം തസവുഫിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അവർ അസ്റാർ എന്നുള്ള പദമാണ് അധികവും ഉപയോഗിച്ചിരുന്നത്, അതായത് രഹസ്യങ്ങളെന്നാണ് അർത്ഥം. ഇപ്പൊ അസ്റാറു സൗം, നോമിന്റെ രഹസ്യങ്ങൾ, അതുപോലെ തന്നെ അസ്റാറു സ്വലാത്ത് എന്നൊക്കെ രീതിയാണ് ഉപയോഗിക്കുന്നത്. മൗലാന മൗദൂദി അതിൽ നിന്ന് വ്യത്യസ്തമായി അസ്റാറിനേക്കാളും ഒപ്പം മക്കാസിദ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ള ഒരു മോഡേൺ പദപ്രയോഗങ്ങൾ ആ തരത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതല്ലെങ്കിൽ ആ ഉപയോഗിച്ച പദപ്രയോഗങ്ങളെ തന്നെ അതിൻ്റെ ഖുർആനിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ലളിതമായും കൂടുതൽ ഇലാബറേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് മൗലാന മൗദൂദിയുടെ രീതിയിൽ കാണാം. അള്ളാഹു ആരാണ് എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് തഫീമിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. കാരണം അള്ളാഹു എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണല്ലോ ഡിവൈനിറ്റി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് അള്ളാഹു? അള്ളാഹു ആണ് ഇലാഹെങ്കിൽ അവനാണ് ഖാലിഖ്. അവനാണ് ഖാലിഖ് എങ്കിൽ, സൃഷ്ടാവെങ്കിൽ അവനാണ് മാലിക്, ലോകത്തിൻ്റെയും സകലത്തിൻ്റെയും ഉടമസ്ഥൻ. അവനാണ് മാലിക് എങ്കിൽ അവനാണ് റബ്ബ്. റബ്ബിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. മൗലാന മൗദൂദി റബ്ബിനെ നിയന്താവ്, സംരക്ഷകൻ, പരിപാലകൻ, അങ്ങനെ നിരവധി അർത്ഥങ്ങൾ ഭാഷയുടെ മുഴുവൻ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണോ ഉടമസ്ഥൻ, ആരാണോ മാലിക്, ആരാണോ രാജാവ്, അവനാണ് നമ്മളെ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും പോറ്റുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവൻ ആരാണോ അവനാണ് മഅബൂദ്, ആരാധിക്കപ്പെടേണ്ടവൻ. ആ ആരാധിക്കപ്പെടേണ്ടവൻ തന്നതാണ് ശരിയായ ദീൻ. ആ ദീൻ എന്നത്, ആ ദീൻ ആരാണോ തന്നത് അവനാണ് ഭരിക്കാനുള്ള അവകാശമുള്ളത്. അതിന് ആവശ്യമായ നിയമസംഹിതയ്ക്ക് പറയുന്ന പേരാണ് ശരിയ. ഈ ഒരു തരത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു ഭൗതിക, ഒരു ആത്മീയതയെ മൗലാന മൗദൂദി ശരീഅത്തുമായി കണക്ട് ചെയ്യുന്നു. അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ
എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്ന രീതിയിൽ മൗലാന മൗദൂദി അത് സുന്ദരമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇതിന്റെ ഭാഗമായി തന്നെ, ഇൽമുൽ കലാമിന്റെ ഭാഗമായി തന്നെ ഈ ദൈവികതയ്ക്ക് അല്ലെങ്കിൽ ദൈവികമായി ഒരു മനുഷ്യന് സമൂഹത്തിൽ നൽകപ്പെട്ടതുണ്ടോ അതിൻ്റെതെല്ലാം അതിൻ്റെ പവിത്രതയോടുകൂടി മനസ്സിലാക്കണമെന്ന് മൗലാന മൗദൂദി എടുത്തു പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണം നമ്മൾ പറയാം. യൂസുഫ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പല തഫ്സീറുകളും യൂസുഫ് അലൈഹി ഇസ്ലാമിനെ എന്താണ് ഒരു ഒരു മന്ത്രി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഭക്ഷ്യമന്ത്രിയോ സാമ്പത്തികമായ മേലെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ആ ഈജിപ്ഷ്യൻ ഭരണ സംവിധാനത്തിൽ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മൗലാന മൗദൂദി പറയുന്നത് ഒരിക്കലും ഒരു പ്രവാചകന് ഒരു ഇസ്ലാമികമല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ഒരു മന്ത്രിയാവാൻ കഴിയില്ല. പകരം അയാൾ ഭരണകർത്താവ് തന്നെയാണ്, സമ്പൂർണ്ണമായ അധികാരമുള്ള ഒരാളാണ്. കാരണം അതിന് ഉദാഹരണം മൗലാന മൗദൂദി ബൈബിളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് ബൈബിളിൽ പറയുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ചക്രവർത്തി യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് മുഴുവൻ അധികാരം കൊടുക്കുകയും അതനുസരിച്ച് അദ്ദേഹം ചക്രവർത്തിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബൈബിളിൽ നിന്ന് തെളിവെടുത്തുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാം മുഴുവൻ ചക്രവർത്തിയായ രീതിയിലാണ് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. കാരണം യൂസുഫ് എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം ഒരു നബിയാണ്. നബി എന്ന് പറയുന്നത് അള്ളാഹു നിയോഗിച്ച ഒരു നിയോഗമാണ്. ആ നിയോഗം ഏറ്റെടുക്കേണ്ട ഒരാൾ മറ്റൊരു ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ ശരീഅത്തിനെ അംഗീകരിക്കാത്ത ഒരാളുടെ കീഴിൽ ജീവിക്കേണ്ട ഒരാളല്ല, അല്ലെങ്കിൽ അയാളുടെ കീഴിൽ ഭരണം നടത്തേണ്ട ആളല്ല. അതുകൊണ്ട് തന്നെ ആ ഡിവൈനിറ്റി, അള്ളാഹുവിന്റെ ദൈവികത അത് ശരിയായി നടപ്പിലാകണമെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഭരണത്തിന്റെ ശരിയായ കാഴ്ചപ്പാട് നമുക്ക് വേണം. അങ്ങനെ ചരിത്രത്തിന്റെ ഒരു ഭാഗങ്ങളെ പോലും ഇൽമുൽ കലാമിന്റെ കാഴ്ചപ്പാടിലൂടെ, ദൈവികതയുടെ കാഴ്ചപ്പാടിലൂടെ മൗലാന മൗദൂദി യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ശരിയായ ഒരു പിക്ചറിനെയും വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇതുകൊണ്ടാണ് മൗലാന മൗദൂദിയുടെ രചനകളെയും ചിന്തകളെയും മുത്തക്കല്ലിമാന അന്താസ് എന്ന രീതിയിൽ അവലോകനം ചെയ്യുന്നത്. അതായത് ഇൽമുൽ തിയോളജിക്കലായ സ്കോളാസ്റ്റിക് അപ്രോച്ച് എന്ന രീതിയിലാണ് മൗലാന മൗദൂദിയുടെ വിമർശകർ അല്ലെങ്കിൽ മൗലാന മൗദൂദിയുടെ ക്രിട്ടിക്കുകൾ, അവലോകനം നടത്തുന്ന ആൾക്കാർ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് മുത്തക്കല്ലിമാന അന്താസ്, സ്കോളാസ്റ്റിക് അപ്രോച്ച് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഒരു മനുഷ്യന്റെ ആക്ഷൻ, ഒരാളുടെ നീയത്ത്, ഒരാളുടെ ജീവിതം, ഒരാളുടെ ഭരണം എല്ലാം തന്നെ മൗലാന മൗദൂദിയുടെ ഈ ദൈവികമായ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് രൂപപ്പെടുത്തിയത്. അത്രത്തോളം അദ്ദേഹം ഇൽമുൽ കലാമുമായുള്ള ചർച്ചകളുമായി കൂടുതൽ ഇഴ ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ ചിന്തകൾ, തസവുമായി ബന്ധപ്പെട്ട ചിന്തകളും ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട ചിന്തകളും സുന്ദരമായി ഇഴ ചേർന്ന് നിൽക്കുന്നതായും നമുക്ക് കാണാം. അതിന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൗലാന മൗദൂദി പ്രാക്ടിക്കലായി പാകിസ്ഥാനിലെ സൂഫി ത്വരീഖത്തുകളുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു. പ്രമുഖ പണ്ഡിതനായിരുന്ന, പ്രത്യേകിച്ച് തിജാനി ത്വരീഖത്ത് എന്നറിയപ്പെടുന്ന നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗത്തെ ഒരു പ്രധാന ത്വരീഖത്താണ് തിജാനിയ ത്വരീഖത്ത്. അതിലെ പ്രധാന പണ്ഡിതനായിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം നിയാസി. അദ്ദേഹവും മൗലാന മൗദൂദിയുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മുസ്ലിം സമൂഹവുമായി പ്രത്യേകിച്ച് സൂഫി വിഭാഗങ്ങളും ഷേഖന്മാരുമായും നല്ല അടുത്ത ബന്ധം സൂക്ഷിച്ച ഒരാളും കൂടായിരുന്നു. വ്യക്തി ജീവിതത്തിലും പ്രായോഗിക ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ആത്മീയ മേഖലകളിലും തസവുഫിനും ഇൽമുൽ കലാമിനും പ്രത്യേക സാന്നിധ്യവും സ്വാധീനവും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.